പാലക്കാട് ഒറ്റപ്പാലം മനുശ്ശേരി ഐക്കര വീട്ടിലെ 96 വയസ്സുള്ള നാരായണന്റെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ തിരയടിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായതും AKGയുടെ കാൽനട ജാഥയ്ക്കൊപ്പം പൂർണ്ണസമയം നടന്നതുമൊക്കെ ആ ഓർമ്മകളിലുണ്ട്. ത്യാഗപൂർണമായ ആ നാൾവഴികളെക്കുറിച്ച് പറയുമ്പോൾ നാരായണനെന്നും ആവേശമാണ്. മനുശ്ശേരിയിൽ അപ്പുണ്ണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഐക്കര നാരായണൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു ജാഥ സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂൾ വരാന്തയിൽ നിന്നും ഇറങ്ങിയോടി ജാഥക്കാർക്കൊപ്പം കൂടിയാണ് ആദ്യം സമരഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകൾ കൊടുമ്പിരി കൊണ്ട കാലം. ആ കാലത്തെ പല സമരമുഖങ്ങളിലും ഐക്കര നാരായണൻ മുന്നിലുണ്ടായിരുന്നു. ജാഥ നടത്തുന്നത് അങ്ങനെയാണ് കാസർഗോഡ് തെരുവ് പുറപ്പെട്ടു. ഗംഭീര ജാഥയായിരുന്നു. അന്ന് നടക്കുന്നതാണ്. ബ്രിട്ടീഷ് പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന അച്ഛൻ മനുശ്ശേരി ചായ്ക്കോട്ടിൽ മാധവൻ നായരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു ഐക്കരയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ. അച്ഛന്റെ മരണശേഷം ഐക്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര പോരാളിയായി വള്ളുവനാടൻ മേഖലയിൽ ഐക്കര മായ്ച്ചു കളയാനാകാത്ത ഒരേടായി മാറി. AKG തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നയിച്ച കർഷക ജാഥയിൽ അംഗങ്ങളായിരുന്ന 30 പേരിൽ ഒരാളാണ് ഐക്കര നാരായണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം ആന്ധ്രയിലെ തെന്നാലിയിൽ ചേർന്ന CPM സമ്മേളനത്തിൽ പങ്കെടുക്കാൻ AKG അവസരം നൽകിയതും ഒളിമങ്ങാത്ത ഓർമ്മകളുമായി ഐക്കര നാരായണന്റെ ഓർമ്മച്ചെപ്പിലുണ്ട്. പാലക്കാട്.